പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ബൈബിളിൽ 50-ൽ കൂടുതൽ പ്രാവശ്യം നാളെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹീബ്രു ബൈബിളിൽ നാളെ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മഹാർ എന്ന പദമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം സൂചിപ്പിക്കുവാനാണ് ഇത് ഉപയോഗിച്ചത്. ഇന്ന് ഈശോ നമ്മളോടും പറയും, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. മനഃശാസ്ത്രത്തിൽ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയെ വിളിക്കുന്ന പേര് ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി അഥവാ മുൻകൂട്ടിയുള്ള ഉത്കണ്ഠ എന്നാണ്. ഇത് ഒരു വ്യക്തിക്ക് നിഷ്പ്രയോജനമാണെന്നാണ് പഠിപ്പിക്കുക. ഈ ഉത്കണ്ഠ 2 തരത്തിലുള്ള സഹനങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഒന്ന് മാനസികമായ സഹനം, മറ്റൊന്ന് യഥാർത്ഥത്തിലുള്ള സഹനം. വരാനിരിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള ഈ ആകുലത നമുക്ക് തന്നെ ഒരു ഭീഷണിയായി മാറുന്ന അവസ്ഥയാണിത്. നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആകുലതകളെ ഉപേക്ഷിക്കുവാനാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് തന്നെ ഭീഷണിയായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഉപകാരമില്ലാത്ത ആകുലതകളെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം. അത് ചിലപ്പോൾ ഭാവിയെക്കുറിച്ചായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചായിരിക്കാം, ചില ബന്ധങ്ങളെക്കുറിച്ചുമായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഈശോ നമ്മളോട് പറയും, നീ നിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും എനിക്ക് കൈമാറുക. കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവും നിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ദൈവവും ഞാനാണ്. ഈശോയുടെ കരുതലും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.